Hey guys, welcome to a പുതിയ വ്ളോഗ്. ഡേ 3 ഓഫ് ഷൂട്ടിംഗ് ഗൈസ്. 1 more day to go. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ പനങ്ങാട് ശരണ്യയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് ഗൈസ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ അവളുടെ കോള് വന്ന് അവൾ പറഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങിടാ എന്ന് അവൾ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങാടാ എന്നും പറഞ്ഞിട്ട് കൊണ്ടും സോളാർ വെച്ചാ ഇവിടെ. സോളാർ വെച്ചാ അമ്മ ഇവിടെ എന്താ അപ്പൊ വെച്ചായിരുന്നു അല്ലേ? വലിയ ഹലോ, എങ്ങനെയുണ്ട്? ഹെൽത്ത് ഓക്കെ ആയോ? അടിപൊളി. അവളെവിടെ ആണാ? ഷൂട്ടാ? ഹലോ, ഇതെന്താടി ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്? എടി നിന്നെക്കാട്ടി ഉണ്ടല്ലേടി ആ ട്രൈപോഡ്. ആണാ? മകളെ സുഖാണോ എനക്ക്? കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചടിക്കില്ലേ? ഇവളെ നേരമണ്ണം കാണാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ലേടി. നിനക്ക് വേണ്ടി അവള് കല്യാണത്തിന് പോയി വന്ന് നിന്റെ ഒരു ചക്കര വിളി അവള് പിടിച്ചു പോകുന്നത്. പക്ഷെ മക്കളെ വന്നത് വെർത്തായില്ലേടി? അതെ, അത് അവളും ഹാപ്പി, ഞാനും ഹാപ്പി. ഞാൻ എക്സ്ട്രാ ഹാപ്പി. ഗൈസ്, ഷാസും ഹമ്പിളും എല്ലാം കൂടെ ഗ്രാൻഡ് ഓൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വരാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് പരിവാരങ്ങളെല്ലാം കൂടെ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വന്നേക്കാണ്. അളിയാ ഹായ്. നീ ഒരു ലോഹ ഇട്ടോണ്ട് നിൽക്കുന്നു. അമ്മു ക്യൂട്ട്നെസ് അറിയ മക്കളെ. ഇതാണ് ഗൈസ് ഗ്രാൻഡ് ഓൺട്രി. ഹലോ. അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മിസ്റ്റർ ഷാസ് മുഹമ്മദ് ആൻഡ് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ്. എവിടെയാ അവർ? 2 ക്യാമറയോട് കൂടി എന്നെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ. അളിയാ ബാക്കിയുള്ളൊരു പറയിലോണ്ടാ. ചേച്ചി ഹായ്. മക്കളെ ഹായ്. ഗൈസ്, പുക വമിക്കുന്ന എന്തോ ഒരു സാധനം ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ അടി ഇത്? റോസൊക്കെ എടുക്കണമല്ല. ഇതിനെന്താടി പത മാത്രം ഇതിന്? ഇതെന്താടാ? എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഒരു ഡ്രൈ ഐസിന്റെ ഒരു ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതാണ് ഇത് ഇങ്ങനെ ഇരുന്ന് പുകയാണ്. കൊള്ളാം. കൊള്ളാം.